CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാനടക്കമുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അവിടെ ആചാരപരമായതോ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടതോ ആയ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ആചാരപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ അല്ലല്ലോ, അവിടുത്തെ പൂജയും വഴിപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലല്ലോ, അവിടുത്തെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരുവാഭരണം കമ്മീഷനോട് ചോദിക്കണം എന്നുള്ളതാണ്. ഈ തിരുവാഭരണം ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ അടക്കം അദ്ദേഹം പറയുന്നുണ്ട്, വിധികളിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ സന്നിഹിതരായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളത്. അതെ, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും രണ്ട് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ദുരൂഹത നിറഞ്ഞ മറ്റ് രണ്ട് വിഷയങ്ങളിലെ ചില സൂചനകളും പരോക്ഷമായ ചില ആക്ഷേപങ്ങളുമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം സ്ഥിരീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. അതായത് മാനുവലിന് വിരുദ്ധമായി അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാണ്. അതേസമയം തന്നെ മുൻ പ്രസിഡന്റ് കെ അനന്തഗോപൻ പറഞ്ഞത് ക്ഷേത്ര സ്വത്തുക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ടെങ്കിൽ അത് ക്ഷേത്ര വളപ്പിൽ തന്നെ ആയിരിക്കണം എന്ന് മാനുവൽ വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ താൻ ചെയ്തത് മാനുവലിന് വിരുദ്ധമായിട്ടല്ല എന്നുള്ളതാണ് എ പത്മകുമാർ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, കൊണ്ടുപോയത് ചെമ്പ് പാളികൾ തന്നെയാണ്, അത് അന്നത്തെ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, പത്മകുമാറിന്റെ പ്രതികരണവുമായി ബന്ധപ്പെടുത്തി അനന്തഗോപനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഈ വിശദീകരണങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾക്ക് അനന്തഗോപനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ഒളിയമ്പുകൾ പത്മകുമാറിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അതായത് 18ാം പടിക്ക് മേലെ സ്ലൈഡിംഗ് റൂഫ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുജ്ഞ തേടിയ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അത് പാടില്ല എന്നായിരുന്നു അനുജ്ഞ വന്നത്. എന്നാൽ അതിനുശേഷം അത് നീക്കം ചെയ്യുകയും പിന്നീട് എന്ത് അടിസ്ഥാനത്തിലാണ് അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തത് എന്നുള്ള വിഷയം, ഇത് മാനുവൽ പാലിച്ചാണോ എന്നുള്ളത്. മറ്റൊന്ന്, താനോ ഇപ്പോഴത്തെ പ്രസിഡന്റോ വിദേശയാത്ര നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ മറ്റാരോ സ്വാഭാവികമായും വിദേശയാത്ര നടത്തിയെന്ന ധ്വനി ആ പ്രതികരണത്തിലുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ മാനുവലിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതും അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കുന്നുണ്ട്. അനന്തഗോപനെ ഉദ്ദേശിച്ച് തന്നെയാണോ ഈ ചോദ്യം എന്നുള്ളതിന് അദ്ദേഹം മറുപടി പറയാതെയാണ് കടന്നുപോയത്. ചുരുക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാനുവൽ വിഷയം മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾക്ക് ഇന്നലെ അനന്തഗോപൻ നൽകിയ പ്രതികരണം പത്മകുമാറിനെ അല്പം ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്നത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ നടത്തിയ വിദേശയാത്രയെ അടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരോക്ഷമായ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ഇന്നലെ അനന്തഗോപന്റെ പ്രതികരണം ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആ തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശത്തെ മറികടന്ന് നയപരമായ തീരുമാനങ്ങൾ അവിടുത്തെ തിരുവാഭരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ടോ എടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിന് കൂടി അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ടായിരുന്നു.